കോന്നി തണ്ണിത്തോട്ടിൽ അവശനിലയിൽ കാട്ടാനയെ കണ്ടെത്തി. ആനയുടെ പിൻഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട്. ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ഡോക്ടറുടെ സഹായം തേടി. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ഷിജോ, കോന്നി തണ്ണിത്തോട്ടിൽ അവശനിലയിൽ ഇപ്പോൾ ഈ കാട്ടാനയെ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുകയാണ്. എപ്പോൾ ഈ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? പ്രവിത, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് കോന്നി തണ്ണിത്തോട് കല്ലാറിന് സമീപം ഒരു കാട്ടാനയെ അവശനിലയിൽ കാണാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുകയാണ്. വനംവകുപ്പ് കൃത്യമായിട്ട് ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ കല്ലാറിലെ ആറിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചുകൊണ്ട് ദീർഘനേരം ഈ കാട്ടാന ആ ആറിൽ തന്നെ നിൽക്കും. അതിനുശേഷം കാട് കയറും. കാടിലേക്ക് കയറിയാലും അധികം ദൂരത്തേക്കൊന്നും ഈ കാട്ടാന പോകാറില്ല. വീണ്ടും ഈ ആറിന് സമീപത്തേക്ക് വരിക തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് ആനകളുമായിട്ടുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ ആനയുടെ പിൻഭാഗത്ത് ഒരു മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മുറിവ് അല്പം ഗുരുതര സ്വഭാവമുള്ളതാണെന്നും വനംവകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അമിത വേഗതയിൽ നടക്കാനോ ഒന്നിനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ദീർഘനേരം അത് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ആ പ്രദേശത്ത് എന്ന് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വനംവകുപ്പ് ഈ വെറ്റിനറി സർജന്റെ ഒരു സഹായം തേടിയിട്ടുണ്ട്. വെറ്റിനറി സർജൻ അവിടേക്ക് വന്ന് ഈ ആനയെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമൊക്കെ നടത്താനുള്ള ആലോചനയിലാണ് വനംവകുപ്പ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ഇതിന് സമാനമായ ഈ ഒരു സാഹചര്യം ഈ പറയുന്ന കോന്നി തണ്ണിത്തോട്ടിൽ ഉണ്ടായിരുന്നു. അതായത് കല്ലാറിന് സമീപം ഇതുപോലൊരു കാട്ടാന അവശനിലയിൽ വരികയും പിന്നീട് അത് ചെരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അവിടെ ഉണ്ടായതാണ്. കൃത്യം ഒരു വർഷം തികയുന്നിടത്ത സമയത്ത് തന്നെയാണ് വീണ്ടും ഒരു കാട്ടാന അതേ സാഹചര്യത്തിൽ പിൻഭാഗത്തൊരു മുറിവുമായിട്ട് വീണ്ടും കല്ലാറിന് സമീപത്തേക്ക് വരുന്നു. ഈ ആന ജനവാസ മേഖലയല്ല, എന്നാൽ പോലും റോഡ് ഈ കൊക്കത്തോടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡ് കടന്നു പോകുന്ന ഒരു പാതയാണ് കല്ലാറിന് സമീപം. അപ്പോൾ അതുവഴി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഈ വാഹനത്തിൽ പോകുന്ന ആളുകളൊക്കെ ഈ ആനയെ കാണാനായിട്ട് കൗതുകത്തോടെ അവിടേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വനംവകുപ്പ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പ്രദേശത്തേക്ക് വണ്ടി നിർത്തരുതെന്നും ആളുകൾ ഇറങ്ങരുതെന്നും ഒക്കെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു കാട്ടാന മാത്രമല്ല, ഒരുപാട് വന്യജീവികൾ ഉള്ളൊരു മേഖല കൂടിയാണ്. നിരവധി കാട്ടാനകൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിനിടയിലേക്കാണ് ഒരു കാട്ടാന അവശനിലയിൽ പിൻഭാഗത്ത് മുറിവുമായിട്ട് ഈ കല്ലാറിന് സമീപം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിൽക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് കാട് കയറി പോകുന്നില്ല. ഇടയ്ക്ക് കാട്ടിലേക്ക് കയറും, വീണ്ടും ഈ പറയുന്ന റോഡിലേക്കും കല്ലാറിന് സമീപമുള്ള ആറിലേക്കും വന്ന് നിൽക്കുകയാണ്. വനംവകുപ്പ് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അവശനിലയിലുള്ള കാട്ടാനയെ കൃത്യമായിട്ട് ചികിത്സ നൽകി അതിനെ പരിപാലിക്കുക എന്നുള്ളൊരു നീക്കം വനംവകുപ്പ് ആലോചിക്കുന്നതും ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.